ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് എൻ്റെ 7ാം മാസത്തിലെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ ഇക്കു ആണെങ്കിൽ നാളെ UAE തിരിച്ചും പോവാണ് കേട്ടോ. അപ്പം വിഷമവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അതിൽ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ പോകുന്നില്ലേ. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇതുകൊണ്ട് ഇക്കു പോകാറായിട്ടുള്ള ദിവസമായി 10-12 ദിവസമേ ഇക്കു നിന്നിട്ടുള്ളൂ. എന്നാലും ഇത്രയും പെട്ടെന്ന് ഇത്ര ദിവസങ്ങൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ഇന്ന് എഴുന്നേൽക്കുന്നത് തന്നെ കേട്ടോ. അതിനോടൊപ്പം ഇക്കു നാളെ പോവാണ്. അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു വിഷമം ഇന്നത്തെ ദിവസത്തിലും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എഴുന്നേറ്റതുകൊണ്ട് കിച്ചണിലോട്ട് വന്നപ്പോൾ ഉമ്മയാണെങ്കിൽ അവിയലും അങ്ങനത്തെ വെറും ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരുങ്ങാനായിട്ട് കയറുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങി സെറ്റ് ആവണമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ. എല്ലാവരും വന്നാൽ പിന്നെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങിയത് കേട്ടോ. പിന്നെ ഇത് വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും അല്ല നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത കുറച്ച് വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങി സെറ്റായി താഴോട്ട് പോയപ്പോഴത്തേക്കിനും പപ്പായും അതുപോലെ വാപ്പിയും എല്ലാവരും കൂടി ഫുഡ് കൊടുക്കാനുള്ള ആ ഒരു സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് എന്താണ് പ്രഗ്നൻസി UAE തന്നെ കണ്ടിന്യൂ ചെയ്യാനതെന്ന്. ആക്ച്വലി എനിക്ക് ഇൻഷുറൻസ് ഇല്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് എടുക്കണമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് അത് ഡിലേ ചെയ്ത് വെച്ചപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻഷുറൻസ് കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടും, പക്ഷേ കുറച്ചുകൂടി എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ആവും. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ആരും വന്ന് നിൽക്കത്തക്ക സാഹചര്യമൊന്നും അല്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ നാട്ടിലോട്ട് തന്നെ അങ്ങ് പ്ലാൻ ചെയ്തത്. സോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. ഇതെൻ്റെ ഇത്താണ് കേട്ടോ, സിസ്റ്ററിൻ്റെ ഇക്കായും പിന്നെ ഇക്കയുടെ ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മായും അത്തായും, വാപ്പാണ്, ഞാൻ അത്താന്നാണ് വിളിക്കുന്നത്. പിന്നെ അത്തയുടെ ചേട്ടൻ, അത്തച്ചിയും പെரியമ്മായും പിന്നെ നമ്മളെപ്പോഴും പോകുന്ന ഈ ഓട്ടോയാണ് കേട്ടോ, ഷെബീറണ്ണൻ്റെ. അപ്പോൾ ഷെബീറണ്ണൻ എല്ലാവരുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും ഫാമിലിനെ നമ്മൾ വെച്ചിട്ടാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. അല്ലാതെ ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ചടങ്ങിൽ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ 7ാം മാസം വരുമ്പോൾ അറിയായിരിക്കുമല്ലോ 7 കൂട്ടം സാധനം കൊണ്ടുവരണമെന്ന് എന്തോണ്ട്. അപ്പോൾ അവരങ്ങനെ സാധനങ്ങളൊക്കെ പലഹാരങ്ങൾ 7 കൂട്ടം പലഹാരങ്ങൾ, അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ട് ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തന്നെ നല്ലൊരു ദിവസമായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ മൊത്തം ഇപ്പോഴും വിഷമമാണ്. കാരണം ഇക്ക് പോകുന്നതിൻ്റെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയരുതെന്ന്, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉസ്താദൊക്കെ വന്നു, ദുആ ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ്. سبحان ربك رب العزة عما يصفون يا ربنا لك الحمد كما ينبغي. അങ്ങനെ ദുആയൊക്കെ കഴിഞ്ഞ് മധുരം കൊടുക്കും. അപ്പോൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധനം ഫുഡൊക്കെ വാങ്ങിയാണ് ചെയ്തത് കേട്ടോ. ബിരിയാണി ആയിരുന്നു. അപ്പം അതൊക്കെ പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചടങ്ങുകളിലോട്ട് കടന്നത്. ചടങ്ങെന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരുന്നെന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങൾ കൊടുക്കണം, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് നാരങ്ങയുടെ ആ ഒരു വെള്ളമാണ് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കോരി തരണം കേട്ടോ. അതായിരുന്നു ചെയ്തത്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നാരങ്ങയുടെ വെള്ളം 3 പ്രാവശ്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പുളികളോടാണ് ഇഷ്ടം കൂടുതലും. ഓറഞ്ച്, നാരങ്ങ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കുടിക്കുന്നത് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നില്ല. മധുരത്തോട് എനിക്കിപ്പോൾ താല്പര്യമില്ല. പക്ഷേ പ്രഗ്നൻസിക്ക് മുമ്പൊക്കെ മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പ്രഗ്നൻസിയിൽ ഷുഗറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ മധുരം ഫുള്ളായിട്ട് ഇപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ എനിക്ക് പുളി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ സാധനം ഇങ്ങനെ കോരി കോരി തരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു പൊതി കൂടി തരും കേട്ടോ. അതിൻ്റെ അകത്ത് എന്തോ കരിപ്പെട്ടി, എണ്ണ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ അതും വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ കരയില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷെ തീരെ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. ഇപ്പോൾ നാളെ പോകുന്ന ആ ഒരു ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അടുത്ത ദിവസം നമ്മൾ 3-3.5 വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ ഉള്ളൊരു വിഷമം. ഇൻഷാല്ലാ ഡെലിവറിക്ക് വരുമായിരിക്കും. 2-3 മാസം കഴിയുമ്പോൾ ഇൻഷാല്ലാ വരും. എന്നാലും എനിക്ക് തീരെ കൺട്രോൾ കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം നിന്ന് കരഞ്ഞു നോക്കി. എന്നോട് പറഞ്ഞത് കരയരുത് എന്ന് നേരത്തെ പറഞ്ഞതായിരുന്നു, പക്ഷെ എനിക്ക് തീരെ പറ്റിയില്ല. അങ്ങനെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നിന്ന് യാത്രയൊന്നും പറയില്ല, തിരിഞ്ഞ് നോക്കരുതെന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു തിരിഞ്ഞ് നോക്കരുതെന്ന്. ആക്ച്വലി അതിൻ്റെ ഒരു ലോജിക്ക് എനിക്കറിയത്തില്ല. പിന്നെ പ്രായമായവർ പറയുന്നില്ലേ, നമ്മൾ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ രണ്ടുപേരല്ല കേട്ടോ, ഇക്കും എന്നെ യാത്ര ചെയ്യാനായിട്ട് വന്നേ. അപ്പോൾ ഇക്കും ഞാൻ പോകാനായിട്ട് പോവാണ്. പിന്നെ ഇവിടുന്ന് അങ്ങനെ സാധനങ്ങളോ നമ്മുടെ സാധനങ്ങളൊന്നും ഇപ്പോൾ എടുത്തുകൊണ്ട് പോകില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇക്കുവാണ് അതെല്ലാം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ജസ്റ്റ് ഇക്കു ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഞാൻ കയറുകയാണ്. ഞാൻ ഇപ്പോൾ നാളെ തിരിച്ചും പോവുകയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.